രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് 3 തരത്തിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഒന്ന് പാൽ വറ്റിച്ചെടുത്തത്, പിന്നെ ഒന്ന് പാൽപ്പൊടിയും പാലും കൂടെ ചേർത്ത് ഉണ്ടാക്കണത്, പിന്നെ പാൽപ്പൊടിയും വെള്ളവും കൂടെ ചേർത്ത് ഉണ്ടാക്കണത്. അപ്പോൾ രണ്ടാമത്തെ രീതിക്ക് പറഞ്ഞിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഈ റെസിപ്പിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് കുക്ക് ചെയ്യേ വേണ്ട, മിക്സിയിലെല്ലാം കൂടെ അടിച്ചെടുത്താൽ മതി. നമ്മൾ പെട്ടെന്നൊരു ഡിഷ് ചെയ്യാൻ പോണ നേരത്തെ അതിൽ കണ്ടൻസ് മിൽക്ക് ആവശ്യമായി വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. പാൽപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കണതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. ഇൻഗ്രീഡിയൻസ് മെഷർമെൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് നെയ്യിന് പകരമായിട്ട് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട ഫ്രൂട്ട് ക്രീമിൻ്റെ റെസിപ്പിയിൽ ഈ ഒരു കണ്ടൻസ് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചുല കൊണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ജാറിലുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഇളം ചുടുവെള്ളം ചേർത്ത് കൊടുക്കണം. തിളച്ച വെള്ളം ആവരുത്, ഇളം ചുടുവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അടിച്ചെടുക്കണം. ഏകദേശം ഒരു 40-50 സെക്കൻഡോളം അടിച്ചെടുക്കണം കേട്ടോ. നിർത്താതെ വേണം ചെയ്യാനായിട്ട്, എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചറിലും കൺസിസ്റ്റൻസിയിലും വരുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മുടെ കണ്ടൻസ് മിൽക്ക് റെഡിയായി. ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ച് കാണിക്കാം കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെയാണ് ഈ ഒരു കൺസിസ്റ്റൻസി ഒഴിച്ച് കാണിക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അളവ് എത്രയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് അത് ഒരു വെയിങ് സ്കെയിലിൽ വെച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണ സമയത്ത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ എത്ര വേണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം 326 മില്ലി ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ടൻസ് മിൽക്കിൻ്റെ കൺസിസ്റ്റൻസി ഇതാ കേട്ടോ. നല്ല തിക്കായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണം ആ ടിന്നിലുള്ള കണ്ടൻസ് മിൽക്കിൻ്റെ അതേ ടെക്സ്ചറും കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ടോ. ടേസ്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ, നല്ല ടേസ്റ്റുള്ള കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി കണ്ടൻസ് മിൽക്ക് വേണമെന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വരികയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ആവശ്യമായി വരുന്ന എല്ലാ റെസിപ്പീസിനും നിങ്ങൾക്കത് എടുക്കാം കേട്ടോ. പിന്നെ ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഏകദേശം ഒരു 3 മാസത്തോളമൊക്കെ ഇത് കേടുവരാതിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഏത് സമയത്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് 11 മണി വേണോ അതോ 3 മണി വേണോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് പേരെ വോട്ട് ചെയ്തുള്ളൂ, വളരെ ചുരുക്കം പേര്. അതിൽ കൂടുതൽ പേര് 3 മണി എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡെയിലി 3 മണിക്കാണ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കണേ കേട്ടോ. അപ്പോൾ 3 മണിക്ക് എൻ്റെ വീഡിയോ എല്ലാവരും നമ്മുടെ ചാനലിൽ വന്നൊന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായി കാണുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.